ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കന്യാകുമാരി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ സൺറൈസ് വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ എത്തി. അത് ഏകദേശം നമ്മളൊരു 5:30 ആയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സൺറൈസ് കണ്ടത് ഒരു 5:45 ആ റേഞ്ചിലാണ് കേട്ടോ. എന്നാലും സൺറൈസ് നമ്മളെ ചതിച്ചു. അത് നമുക്ക് നല്ലോണം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, തെളിഞ്ഞ് കാണാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ കാർമേഘത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തായാലും കാണാൻ പറ്റിയില്ലായിരുന്നു. ഇന്നലത്തെ സൺസെറ്റും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷെ എന്താ ചെയ്യുക, അപ്പോൾ നമുക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും കാണാൻ പറ്റി. തെളിഞ്ഞ് കണ്ടില്ലെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കണ്ടു. അതിനുശേഷം തന്നെ നമ്മൾ ഈ വിവേകാനന്ദ പാറയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ക്യൂ നിൽക്കണം കേട്ടോ. ഒരുപാട് ജനങ്ങളുണ്ട്. നാട്ട് കണ്ടില്ലേ, ഇതിന് വേണ്ടിയിട്ട് തലേന്ന ആൾക്കാർ അവിടെ തന്നെ റൂം എടുത്തിട്ട് ഇങ്ങനെ 5 മണിക്കൊക്കെ ക്യൂ നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമുക്ക് ഈ 2 ടിക്കറ്റാണ് ഉള്ളത്. ഒരെണ്ണം 100 രൂപയുടെയും പിന്നെ ഒരെണ്ണം 300 രൂപയുടെയാണ് കേട്ടോ. 300 രൂപയുടെയെന്ന് വെച്ചാൽ എന്തുവാ, ഓൺലൈൻ ടിക്കറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഒരാൾ 2 പേരൊക്കെ ആണെങ്കിൽ 300 രൂപ അഫോർഡബിൾ പ്രൈസ് അല്ലേ. അപ്പം നമുക്കിപ്പോൾ ഒരുപാട് ഗ്രൂപ്പായിട്ടല്ലേ നമ്മൾ പോയത്. നമ്മൾ ഏകദേശം ഒരു 14 പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 100 രൂപ ടിക്കറ്റ് തന്നെയാണ് എടുത്ത് പോയത് കേട്ടോ. അപ്പം എന്തായാലും അവസാനം നമുക്ക് ഈ 7 മണി ആയപ്പം ടോക്കൺ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ ബോട്ടിലേക്ക് കയറണമെങ്കിൽ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നടന്ന് അവസാനം നമുക്ക് ബോട്ട് കിട്ടി കേട്ടോ. നമുക്ക് കിട്ടിയത് ഒരു പഴങ്കൂറ ബോട്ടായിരുന്നു കേട്ടോ. ആദ്യമേ നല്ലൊരു ബോട്ട് ഉണ്ടായിരുന്നു, അതിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല, അത് ഫുള്ളായിരുന്നു. എന്തായാലും നമുക്ക് കിട്ടിയതും കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്തായാലും വിവേകാനന്ദ പാറയിലേക്ക് എത്താനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്കൊരു ക്യൂ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ഈ 100 രൂപ എൻട്രൻസ് ഫീസ് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ തന്നെ അവിടെയും അവരൊരു 30 രൂപ നമുക്ക് അകത്തേക്ക് സ്വാമി വിവേകാനന്ദനെ കാണണമെന്നുണ്ടെങ്കിൽ അകത്തേക്ക് 30 രൂപ കൊടുത്തിട്ടാണ് കയറേണ്ടത് കേട്ടോ. അത് എന്തിനാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ 130 രൂപ, ഒരാൾക്ക് 130 എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ മതിയായിരുന്നു. കാരണം വെച്ചാൽ ഈ അത്രയും ക്യൂവും കൂടെ നമുക്ക് ഒഴിവായി കിട്ടിയേനെയല്ലോ. ഇതെല്ലാ സ്ഥലത്തും ക്യൂ ആണ്. അവസാനം എന്തായാലും നമ്മൾ അവിടെ എത്തി. അതിന് ശേഷം കുറേ കാണാനുണ്ട്, കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി നേരത്തെ പോയിട്ടുള്ളയാ. പിന്നെ ഇതിപ്പം പുതിയതായിട്ട് ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അത് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എനിക്ക് കന്യാകുമാരി ട്രിപ്പ് ഞാൻ തന്നെ ചൂസ് ചെയ്തത്. പിന്നീടാണെങ്കിൽ ഒരു കോമ്പസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തുവാന്ന് കൃത്യം എനിക്ക് അറിയില്ല കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കന്യാകുമാരി ദേവിയുടെ കാൽപാദത്തിൻ്റെ ഇത് തൊഴുവാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അവിടെ ക്യാമറയൊന്നും എടുത്തുകൂടാ, അതൊന്നും അലൗഡ് അല്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് കിട്ടിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ എടുത്തന്നേ ഉള്ളൂ. അങ്ങനെ ഈ സ്വാമി വിവേകാനന്ദൻ അതായത് അവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ആ സ്റ്റാച്ചു അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ പിന്നീട് നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് പിന്നെ തിരുവള്ളുവറിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്താണ് കേട്ടോ. അത് ഏകദേശം ഒരു 133 അടി ഉണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. ഭയങ്കര വലുതാണ്. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പം ചെറുതായിട്ട് തോന്നിക്കുന്നുണ്ട്. അത് പോകുന്നത് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടന്നിട്ടാണ് കേട്ടോ. അതെന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഗ്ലാസ് ബ്രിഡ്ജിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്, അതുകൊണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട്. ഇതൊക്കെ ഉള്ളൂ കന്യാകുമാരിയിലെ വിശേഷം എന്ന് പറയുന്നത് കേട്ടോ. വലിയ ചൂട് ആണെങ്കിലും തന്നെ ഇവിടെ പാറയുടെ മുകളിലാണെങ്കിൽ ഇങ്ങനെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് അതിലേക്കൂടെ നടക്കുമ്പോൾ വലിയ ചൂട് ഫീൽ ആവത്തില്ല കേട്ടോ. എന്തായാലും കൊള്ളായിരുന്നു ഫ്രണ്ട്സ്. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.